വാസു, നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങല ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു 5-6 ഊരിലൊന്ന് ആനപ്പിണ്ടോ ആയിക്കോട്ടെ. അത് നല്ലതാ നല്ലതാ. ചങ്ങല കൊണ്ടുവന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂരുണ്ടാക്കണത് നല്ലതാ. അതേ വളരെ നല്ലതാ. അപ്പൊ പിന്നെ നീ ആ പണിക്കാണ്ട് പൊക്കോട്ടെ. പിണ്ടോ ചങ്ങലി, പിണ്ടോ ചങ്ങലി. മേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പിണ്ടിയുടെ നാറ്റം എനിക്കങ്ങനെ സഹിക്കണില്ല. ആന നല്ല ഉഷാറല്ലേ? അതെ, കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി. പിന്നെ ഇന്ന് വരെ മതം പൊട്ടിയിട്ടില്ല. അവനെ അനുസരിപ്പിക്കാൻ ദേ ഈ ചെറുവരല് മതി. ആന എവിടെ? കണ്ടില്ലല്ലോ. ആന പിന്നെ കുഞ്ഞപ്പൂ. ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും. ഈ പിണ്ടൊന്നും മാറി മനക്കി കൊണ്ടുപോണ്ട. അതൊക്കെ അത് അവിടെ ഇട്ടാ മതി. അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോ അല്ലേ വാസു? അയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ? ഇതൊരു സ്പെയർ ചങ്ങല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ? ഈ മീശ അങ്ങോട്ട് ചേർത്തൊന്നും കൊടുത്താണ്ടല്ലോ. അബദ്ധായോ കുഞ്ഞപ്പൂ? പേടിക്കണ്ട. വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു. അതെന്താ? പാലം കടന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ട അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുക്കിന്റെ എതിരെ വരുന്നു. അവർക്ക് പോവാൻ വേണ്ടി വഴി ഒന്ന് ഒതുങ്ങി കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ, ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു.